അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ പുണ്യമേറിയ ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ 5 നോമ്പ് നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയി. 6ാമത്തെ നോമ്പിലാണ് നാം ഏവരും ഉള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലെ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം നാം ഏവരും കണ്ടൊരു വാർത്തയാണ്. കോഴിക്കോട് വലിയങ്ങാടി മാർക്കറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 4ഓളം വരുന്ന സഹോദരങ്ങളുടെ തലയിലേക്ക് കോൺക്രീറ്റ് പറഞ്ഞിട്ട് ആ 4 പേര് വിട പറഞ്ഞ രംഗം നമ്മൾ കണ്ടതാണ്. അല്ലാഹുവർക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വാചകങ്ങളും ഹദീസുകളും എല്ലാം മരണത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നത് വല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കുറിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണം എല്ലാവരെയും രുചിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വിട പറയുന്നതാണ്. നമുക്കറിയാം, ആ 4 സഹോദരങ്ങൾ തന്റെ പ്രിയപ്പെട്ട മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കോഴിക്കോട് വലിയങ്ങാടി മാർക്കറ്റിൽ കഷ്ടപ്പെട്ടവരാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരാരും കരുതിയില്ല അവർ തിരിച്ചു വീട്ടിൽ ചെല്ലുന്നത് കഫമുടവയിലായിരിക്കുമെന്നും. അവരെ കാത്ത് അവരുടെ വീട്ടിൽ അവരുടെ മക്കളുണ്ട്, ചെറുമക്കളുണ്ട്, ഭാര്യമാരുണ്ട്. അവരുടെ മുമ്പിലേക്ക് ചലനമറ്റ ശരീരമായി അവർ ചെല്ലുമ്പോൾ നമുക്കൊക്കെ വലിയൊരു പാഠമുണ്ട്. മരണം ഏത് സമയത്ത് കടന്നു വരാം. അള്ളാഹു വിട പറഞ്ഞു പോയ ആ 4 സഹോദരങ്ങൾക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. കാരണം ഒരു വല്ലാതെ ഭാഗ്യം ചെയ്തവരാ. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നോമ്പുകാരായിട്ടാണ് 4 പേര് വിട പറഞ്ഞു പോയത്. അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. തന്റെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതിനിടയിൽ വിട പറഞ്ഞു പോയവരാണ്. അവരവരുടെ കുടുംബത്തെ മറന്നില്ല. അവര് റമദാനിൽ നോമ്പ് നോറ്റ് ചുട്ടുകൊള്ളുന്ന വെയിലത്ത് വിയർപ്പൊഴുക്കി ആ കോഴിക്കോട് വലിയങ്ങാടി മാർക്കറ്റിൽ കഷ്ടപ്പെട്ടവരാണ്. അള്ളാഹു അവർക്ക് നീ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ, സ്വർഗം നൽകണേ റഹ്മാനെ. അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നോമ്പ് നോറ്റ് വിട പറഞ്ഞവരാണ് റഹ്മാനെ. അവർക്ക് സ്വർഗത്തിൽ ഉന്നതമാകുന്ന പദവി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ 4 പേരെയും നീ ഹൈറിലാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖബർ നീ വെളിച്ചമാക്കണേ തമ്പുരാനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ വലിയ പാഠമാണ്. നമ്മളും ഏത് സമയത്തും വിട പറയാം. നാളെ ആകട്ടെ നന്നാകാമെന്ന് പറഞ്ഞൊരിക്കലും ജീവിതത്തെ മാറ്റരുത്. ഇന്ന് തന്നെ നമ്മൾ അൽഹംദുലില്ലാ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. അല്ലാഹു റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 4 പേർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, മയ്യിത്ത് അവരുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.